ഹായ് എവരിവൺ, എല്ലാവർക്കും ക്ലൗഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ജനറൽ ടോപ്പിക്സ് ആണ്. അതായത് നിങ്ങളുടെ കമ്പനികൾക്ക് ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കമ്പനികൾക്ക് ഏത് ക്ലൗഡ് പ്രൊവൈഡർമാരാണ് സ്യൂട്ടബിൾ. അതായത് ഞാൻ ഇവിടെ ഒരു 6 കാര്യങ്ങൾ നോട്ട്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, Azure virtual machine sizes. The second, who is the topest cloud providers, Azure regions, Azure data center locations, how to find the Azure nearest data center, Azure pricing calculator. ഏതൊരു ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെയും നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മളെ കമ്പനികൾക്ക്, അതായത് നിങ്ങളുടെ കമ്പനികൾക്ക് ഏത് ക്ലൗഡ് പ്രൊവൈഡറാണ് സൂട്ടബിൾ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് അസ്യൂർ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് വൺ ബൈ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിരിക്കുന്ന അസ്യൂർ വെർച്വൽ മെഷീൻ സൈസസ് ആണ്. എന്താണ് ഈ സൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കപ്പാസിറ്റി, കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി, റാം, പ്രോസസർ, ഹാർഡ് ഡിസ്ക്, ഓക്കെ, എക്സെട്ര. ഇതുപോലത്തെ എഫിഷ്യന്റ് ആയിരിക്കുന്ന കമ്പ്യൂട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പൊ അസ്യൂർ ഹയസ്റ്റ് കപ്പാസിറ്റിയുള്ള വെർച്വൽ മെഷീൻ ഏതൊക്കെയാണ് അസ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നത്? അതുപോലെ അവരുടെ മീഡിയം കപ്പാസിറ്റിയുള്ള സെർവർ വെർച്വൽ മെഷീൻ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ലോവസ്റ്റ് വെർച്വൽ മെഷീൻ സൈസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പസ്റ്റ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ്? ഇപ്പൊ ടോപ്പസ്റ്റ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്ന ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആരാണ്? രണ്ടാമത് വന്നിരിക്കുന്ന ആരാണ്? അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു 10 എന്ത് ചെയ്യാം ടോപ്പസ്റ്റ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, 1 മുതൽ 10 വരെ. ഓക്കെ, അസ്യൂർ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്യൂറിന്റെ ഡാറ്റാ സെന്റർ ഏതൊക്കെ കൺട്രികളിൽ അവൈലബിൾ ആണ് എന്നാണ് അസ്യൂർ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നാലാമത്തെന്ന് പറയുന്നത് അസ്യൂർ ഡാറ്റാ സെന്റർ ലൊക്കേഷൻ, അതായത് ഒരു കൺട്രിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്ററുകൾ എന്ത് ചെയ്യാം അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ അസ്യൂർ നിയറസ്റ്റ് ഡാറ്റാ സെന്റർ. അപ്പോൾ നിയറസ്റ്റ് ഡാറ്റാ സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണോ അസ്യൂറിനെ കോൺടാക്ട് ചെയ്യുന്നത്, ഓക്കെ, അസ്യൂറിന്റെ ഡാറ്റാ സെന്റർ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്ത് സംഭവിക്കുക, അസ്യൂറിന്റെ ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ അസ്യൂറിന്റെ പോർട്ടൽ അല്ലെങ്കിൽ അസ്യൂറിന്റെ ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നിയറസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ നിയറസ്റ്റ് ഡാറ്റാ സെന്ററിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. എന്ത് പർപ്പസ് വേണ്ടിയിട്ടാണ്? ആവറേജ് ലാറ്റൻസി എന്ന പർപ്പസ് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂറിന് 56 ഒരു 60 സംതിങ് എന്തുണ്ട് റീജിയൻ അവൈലബിൾ ആണ്, ഡാറ്റാ സെന്ററുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിനകത്ത് ഏത് ഡാറ്റാ സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കമ്പ്യൂട്ടർ സർവീസിന് യൂട്ടിലൈസേഷൻ ചെയ്യാം. ബട്ട് അസ്യൂർ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ നിയറസ്റ്റ് ഡാറ്റാ സെന്റർ കോൺടാക്ട് ചെയ്യുക, അതാണ് അസ്യൂർ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ത് പർപ്പസ് വേണ്ടിയിട്ടാണ്? ലോ ലേറ്റൻസി എന്ന കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നിയറസ്റ്റ് ഡാറ്റാ സെന്റർ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പ്രൈസ് എന്ത് ചെയ്യാം, കുറച്ച് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ. അടുത്തത് അസ്യൂർ പ്രൈസിംഗ് കാൽക്കുലേറ്റർ, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൈസിംഗ് കാൽക്കുലേറ്റർ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവരുടെ കമ്പ്യൂട്ടിംഗ് സർവീസുകൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാം. ഓക്കെ, അവരുടെ ഇത്ര കപ്പാസിറ്റിയുള്ള സിസ്റ്റം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ സ്റ്റോറേജ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് വേണ്ട കമ്പ്യൂട്ടിംഗ് സർവീസുകൾ, അതൊക്കെ നെറ്റ്വർക്കിംഗ് കമ്പോണൻസുകൾ എന്ന് പറയുമ്പോൾ വെർച്വൽ നെറ്റ്വർക്ക്, സബ്നെറ്റ്, അതുപോലെ തന്നെ ലോഡ് ബാലൻസർ, ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അഡീഷണലി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എന്ത് ചെയ്യാം, ഏകദേശം ഒരു എന്ത് ചെയ്യാം, ഒരു കോസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മന്ത്ലി വന്നിരിക്കുന്ന ഇൻകം നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അത് ഹവേഴ്സിലാണ് അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് ഡേ ബേസിൽ അവരെന്ത് ചെയ്യാം, ഹവേഴ്സിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി എത്ര വരും, ഓക്കെ, ഇയർലി എത്ര വരും, അതുപോലെ തന്നെ ആ ഡോളർ റേറ്റിലായിരിക്കും വരിക. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ റുപ്പിയിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഓരോ രാജ്യത്തിലേക്ക് അവരുടെ എന്ത് ചെയ്യാം, ഇതിലേക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രൈസിലേക്ക് എന്ത് ചെയ്യാം,
നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, വെർച്വൽ മെഷീൻ സൈസസ് കേട്ടോ. ഓക്കെ, അപ്പോൾ വെർച്വൽ മെഷീൻ സൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് ഡിപ്ലോയ്, ഇതിപ്പോ മൈക്രോസോഫ്റ്റിന്റെ അസ്യൂറിന്റെ ഹയസ്റ്റ് കപ്പാസിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് അവര് എത്രയാണ് ഇവിടെ ഹയസ്റ്റ് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഡിപ്ലോയ് ദ വെർച്വൽ മെഷീൻ ഫീച്ചറിംഗ് അപ് ടു 416 വെർച്വൽ മെഷീൻ CPUs ആൻഡ് 12 TB ഓഫ് മെമ്മറി. അതായത് 416 വെർച്വൽ മെഷീൻ CPUസും അതുപോലെ തന്നെ 12 TB മെമ്മറിയും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ അത്രയും കപ്പാസിറ്റിയുള്ള വെർച്വൽ മെഷീൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗെറ്റ് അപ് ടു 3.7 ബില്യൺ ലോക്കൽ സ്റ്റോറേജ്. ഓക്കെ, IOPS പെർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ് ഇതിന്റെ ഫുൾ നെയിം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഓക്കെ, അതുപോലെ തന്നെ ടേക്ക് advantage of up to 30 Gbps Ethernet and cloud first deployment of 200 Gbps infinite band. ഇത്രയും കപ്പാസിറ്റി ഉള്ള സിസ്റ്റം അസ്യൂർ ആണ് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ ഒരാളും ഇത്രയും ഹയർ എൻഡ് കപ്പാസിറ്റി ഉള്ള വെർച്വൽ മെഷീനുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്തിലുള്ള ഇത്രയും എന്ത് ചെയ്യുക സൈസ് Gbps Ethernet ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല, വേറൊരു ക്ലൗഡ് പ്രൊവൈഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെല്ലാം ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ എക്സ്പ്ലോർ ദ വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ദ ഫുൾ ലിസ്റ്റ് ഓഫ് എന്ത് അസ്യൂർ VM ടൈപ്സ്, വെർച്വൽ മെഷീൻ ടൈപ്സ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അത് ലോവസ്റ്റ്, മീഡിയം, ഹയറിന്റെ എല്ലാം കാണാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് A സീരീസ് മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. A സീരീസ് മുതൽ അപ്പൊ ഓരോന്നിന്റെയും A സീരീസിന്റെ പ്രൈസ് കാണുന്നുണ്ട് പെർ മന്ത് എത്ര ഡോളർ, $11.68 എന്ത് പെർ മന്ത് അവരുടെ എന്ത് A സീരീസിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈറ്റ് നോക്കിയാൽ മതി. ഈ സൈറ്റ് കേട്ടോ, അസ്യൂർ ഇതാണ് സൈറ്റ്. ഈ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതേപോലെ തന്നെ ഫുൾ സീരീസുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. വെർച്വൽ മെഷീൻ സൈസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിന്റെ ഓരോന്നിലും പ്രൈസുകൾ ഉണ്ടാവും. അപ്പോൾ A സീരീസ് നോക്കൂ, A സീരീസ് മുതൽ അപ്പോൾ എൻട്രി ലെവൽ എക്കണോമിക്കൽ VM ആണ് ഏത് വരുന്നത്, A സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓരോന്നും ഓരോ സീരീസുകളുണ്ട്. A, B, D കേട്ടോ, ഓരോന്നിനും ഓരോ കോസ്റ്റ് വരും. നമുക്ക് ഇതിന്റെ ഹയർ എൻഡ് ഏതാ നോക്കാം. N സീരീസ് ആണ് അവരുടെ ഹയർ എൻഡ്. അപ്പോൾ N സീരീസിന്റെ കോസ്റ്റ് വരുന്നത്, N സീരീസ് അല്ല പക്ഷെ N സീരീസ് ഒരു GPU എനേബിൾ വെർച്വൽ മെഷീൻസ് ആണ്. ഏറ്റവും ഹയറസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഹയർ എൻഡ് എന്ന് പറയുന്നത് M സീരീസിലായിരിക്കും കേട്ടോ. M സീരീസ് എന്ന കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് M സീരീസിന്റെ കാൽക്കുലേഷൻ, അവരുടെ സൈസ്, കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സിയോൺ പ്രോസസ്സറിലാണ് യൂസ് ചെയ്യാം കേട്ടോ. സിയോൺ ആയിരിക്കും എവിടെ വരിക, നമ്മുടെ ഡാറ്റാ സെന്ററിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയും പ്രോസസ്സറിന് ഇത്രയും CPU ഉണ്ട്. ഓക്കെ, 3 TB or 6 TB 12 TB മെമ്മറി കോൺഫിഗറേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലാർജസ്റ്റ് മെമ്മറി വെർച്വൽ മെഷീൻ ഓഫേർഡ് ആൻഡ് അസ്യൂർ പ്രൊവൈഡ്. ഓക്കെ, ആൻഡ് parallel the computational performance to support large in memory database. Okay, ഇതിന്റെ കോസ്റ്റ് നോക്കൂ. M സീരീസിന്റെ M2 സീരീസിന്റെ കോസ്റ്റ് നോക്കൂ, $16,286 ആണ് പെർ മന്ത്. അപ്പൊ ഇതൊക്കെ ഏത് പർപ്പസിലാണ് യൂസ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ കമ്പനികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന കമ്പ്യൂട്ടർ അങ്ങനത്തെ പർപ്പസിനൊക്കെ വേണ്ടി ഇങ്ങനത്തെ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യാം. ഓക്കെ, മാസീവ് പാരലൽ കമ്പ്യൂട്ടർ പവർ എന്ന സംഭവമാണ്. എക്സാമ്പിൾ കേസ് ഇൻക്ലൂഡ്. ഓക്കെ, ഇങ്ങനത്തെ പർപ്പസ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സാപ്പ് എന്ന് പറയുന്നത് ഹെവി ഒരു എന്താണ് ഒരു അക്കൗണ്ടിങ് പാക്കേജ്. നമുക്ക് എന്ത് ചെയ്യാം, സാപ്പിന്റെ കോഴ്സുകൾ സാപ്പ് ഒക്കെ നമുക്കറിയാം. ഓക്കെ, ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മുതലല്ല, ആ ഒരു കമ്പനിയെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ കമ്പനിക്ക് വേണ്ട പ്രൊഡക്ട്സ് ഫുൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഹെവി എന്താണ് ആപ്ലിക്കേഷൻസ് ആണ് സാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലത്തുള്ള കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത്രയും ഹെവി ഒരു എന്റർപ്രൈസ് കമ്പനികളിൽ ആ സാധനങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇത്രയും സീരീസിലുള്ള എന്ത് വേണം, വെർച്വൽ മെഷീനുകൾ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ N സീരീസിന്റെ അകത്ത് N സീരീസ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഓരോന്നിനും ഓരോ
കോൺസെപ്റ്റുകളുണ്ട്. എൻ സീരീസ് ഏത് പർപ്പസാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അധികം ഗ്രാഫിക്സ് ഒക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം ഏത് തോന്നുന്നത് എൻ സീരീസ്. ഇവിടെ അവർ ഓരോ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. എൻ സീരീസിന് പറഞ്ഞിരിക്കുന്ന $657 പെർ മന്താണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കൂ, ഇതിനകത്ത് ഓരോ സീരീസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയാലോ. ഇതാണ് എന്ത് വെർച്വൽ മെഷീൻ സീരീസ് അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ സൈസസ്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ നമ്മളെ കമ്പനികൾക്ക് ഏത് കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ ഏത് വെർച്വൽ മെഷീൻ എന്ത് സൈസ് നമ്മൾ യൂട്ടിലൈസേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഓരോന്നിനും ഓരോ എന്നിട്ട് അതിന്റെ എൻട്രി ലെവൽ എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് മൈക്രോസോഫ്റ്റിന്റെ ഇതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. രണ്ടാമത്തെ എന്താണ്, ക്ലൗഡ് പ്രൊവൈഡേഴ്സ്. ഓക്കെ, ക്ലൗഡിന്റെ വാർ എന്ന് പറയാം. ഇപ്പോൾ മോസ്റ്റ് വൺ ഓഫ് ദ എന്താ ക്ലൗഡ് പ്രൊവൈഡർ ആരാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിവിടെ കാണാം. ഇതാണ് എന്ത് ക്ലൗഡ് വാർ കേട്ടോ. ക്ലൗഡ് വാർസ് എന്ന് പറയുന്നത് ഇപ്പോൾ ടോപ്പസ്റ്റ് 10 കൂടെ പറയുന്നുണ്ട്. മൈക്രോസോഫ്റ്റ്, ആമസോൺ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആരാണ് ടോപ്പസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് നവംബർ 9, 2020. അപ്പോൾ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എന്തോടെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പോൾ ടോപ്പസ്റ്റ് ചെയ്താൽ വന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റിന് ഇപ്പോഴത്തെ ടോപ്പസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് നോക്കൂ എത്രയാണ്, $15.2 ബില്യൺ ആണ് ഇന്ന് സംഭവിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ റവന്യൂ. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ സർവീസ് ക്ലൗഡ് സർവീസ് ഏതൊക്കെയാണ്, ഇയാസ്, പാസ്, സാസ്, ഇതെല്ലാം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ സിഇഒ ആരാണ്, സത്യാനന്ദ എന്ന് പറയുന്ന ആളാണ് അതിന്റെ സിഇഒ. അപ്പൊ അങ്ങനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പൊ ലീഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് അസ്യൂർ ആണ്, നിങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, രണ്ടാമത് ആരാണ്, രണ്ടാമത് ആമസോൺ. ഓക്കെ, അപ്പൊ അവരുടെ ഡോളർ നമുക്ക് എത്രയാ, 11.6 ബില്യൺ. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഏതാണ്, കണ്ടോ, ക്ലൗഡ് സർവീസ്, ഇയാസ്, അതുപോലെ തന്നെ പാസ്, സാസ് ഇല്ല. അങ്ങനെ മൂന്നാമത് സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, ഇവരും സാസും പാസും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഗൂഗിൾ ക്ലൗഡ്. ഓക്കെ, ഗൂഗിൾ ക്ലൗഡ് 3 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് പോലെ 3 പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്ത് സംഭവിക്കും, എല്ലാ ക്ലൗഡ് പ്രൊവൈഡർമാരും എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ ആരൊക്കെയാണ് 3 സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, സാപ്പ് എന്ന് പറയുന്ന ആള്, അപ്പോൾ സാപ്പ് എന്ന കമ്പനി എത്രയാണ്, സാസ്, അതുപോലെ പാസ്, ഒറാക്കിൾ. ഓക്കെ, ഒറാക്കിൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IBM എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്ക് ഡേ എന്ന് പറയുന്ന കമ്പനി അതുപോലെ 2 സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സർവീസ് നോ എന്ന് പറയുന്നത് സാസ് മാത്രം എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡോബ് എന്നുള്ള കമ്പനി സാസ് മാത്രം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വൺ ഓഫ് ദ മോസ്റ്റ് ടൈപ്പ് ഓഫ് എന്ത് ക്ലൗഡ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആരാണ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ കൺട്രി. ഓക്കെ, കൺട്രി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അസ്യൂർ റീജിയൻ എന്ന് പറയുന്നത് എത്ര റീജിയനിൽ എന്താ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നോക്കാം. ഇവിടെ നോക്ക് എത്ര റീജിയൻ ഉണ്ട്, 16. ഇപ്പൊ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 16+ അനൗൺസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ 60-ൽ കൂടുതൽ എന്ത് സംഭവിക്കും, അവരുടെ റീജിയൻ അവൈലബിൾ ആണ്. അപ്പൊ അസ്യൂർ ആണ് ഏറ്റവും കൂടുതൽ എന്ത് റീജിയനിൽ എന്ത് ചെയ്യും, ഡാറ്റാ സെന്റർ മേക്ക് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് അദ്ദേഹം അസ്യൂർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വേണം എന്ത് ചെയ്യാം, ഓരോ റീജിയനും നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ, എത്ര റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ട് ഓൾ നോൺ. ഓക്കെ, നോൺ റീജിയൻ, കാനഡ, ഇങ്ങനെ വരുന്ന റീജിയൻ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റുകളുണ്ട്, അവരുടെ പ്രൊഡക്റ്റ് ഏതൊക്കെ പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം, മെഷീൻ, സ്റ്റോറേജ് എല്ലാം. ഇതിനകത്ത് എത്ര മനസ്സിലാക്കിയാൽ മതി, എന്താണ് റീജിയൻ കേട്ടോ. എത്ര ടോട്ടൽ റീജിയൻ എത്രയാണ് ചോദിക്കുക, ടോട്ടൽ റീജിയൻ എന്ന് പറയുന്നത് 16+ എന്ത് ചെയ്യും റീജിയൻ. 16 ഓൾറെഡി ഉണ്ട്, പിന്നെ ആൻസർ കുറെ ഒത്തിരി റീജിയനും കൂടെ ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇത് എടുത്ത് നോക്കാം. മാപ്പ്, റീജിയൻ മാപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോ ഇത് നോക്കിയാൽ മതി, എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ കൺട്രികളിൽ അവരുടെ എന്ത് ചെയ്യും, കൺട്രി ഏതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. 60+ സംതിങ് എന്ന കമ്പനികളിൽ അല്ലെ കൺട്രികളിൽ എന്ത് സംഭവിക്കും, അവരുടെ ഡാറ്റാ സെന്റർ അവൈലബിൾ ആണ്. ഓക്കെ, ഈ
സംഭവം നോക്കിയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇതിനകത്ത് എന്താണ് റീജിയൻ എന്ന് പറയുന്നതും എന്താണ് അവൈലബിലിറ്റി സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് പറയുന്നുണ്ട് അവൈലബിൾ റീജിയൻ, അതായത് അവൈലബിൾ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഡാറ്റാ സെന്റർ ഉണ്ട്. അനൗൺസ്ഡ് റീജിയൻ എന്ന് പറയുന്നത് ആ കൺട്രിയിൽ അനൗൺസ് ചെയ്തിട്ടുള്ളൂ, വന്നിട്ടില്ല. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് അവൈലബിലിറ്റി സോൺ അവൈലബിൾ. വാട്ട് ഈസ് അവൈലബിലിറ്റി സോൺ അവൈലബിൾ എന്ന് പറയുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കൺട്രിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അവിടെ ഈ അവൈലബിലിറ്റി സോൺ എന്നുള്ള സംഭവം ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു റൗണ്ട് അതിനകത്ത് സ്റ്റാർ. ഓക്കെ. പിന്നെ അനൗൺസ്ഡ് അവൈലബിലിറ്റി സോൺ. അനൗൺസ്ഡ് അവൈലബിലിറ്റി സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഡാറ്റാ സെന്റർ ഉണ്ട്, ഈ ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത്രയും കേട്ടോ. ഇവിടുത്തെ അനൗൺസ്ഡ് റീജിയൻ വിത്ത് അവൈലബിലിറ്റി സോൺ. ഓക്കെ. ഇവിടെ രണ്ടും ചെയ്തിട്ടുള്ളൂ, അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ കാനഡ ഈസ്റ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ഡാറ്റാ സെന്റർ മാത്രമേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ അല്ല. എന്നാൽ കാനഡ സെന്ററിൽ എന്ത് സംഭവിക്കും? അസ്യൂർ ഡാറ്റാ സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ കണ്ടോ, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ്? സൗത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ. ഇവിടേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് അസ്യൂർ ഡാറ്റാ സെന്റർ അവൈലബിൾ ആണ്. ഇതിനകത്ത് സെൻട്രൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും? ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ അവൈലബിൾ ആണ്. ഓക്കെ. ഇതിനെ ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് ഹൈ അവൈലബിലിറ്റി, അതുപോലെ തന്നെ നമുക്ക് ലേറ്റൻസി, അതുപോലെ തന്നെ ഹൈ സ്പീഡ്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോൾട്ട് ടോളറൻസ്, ഇങ്ങനത്തെ പർപ്പസിന് ഉപയോഗിക്കുന്നത് ഈ ഒന്നിൽ കൂടുതൽ ഡാറ്റാ സെന്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ് മാപ്പ് നോക്കുക എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കൺട്രിയിലും എത്ര ടൈപ്പ് ഡാറ്റാ സെന്ററുകൾ അവൈലബിൾ ആണ്. ഓക്കെ. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇന്ത്യയിൽ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പൊ എത്ര ഡാറ്റാ സെന്റർ അവൈലബിൾ ആണ്? 3 ഡാറ്റാ സെന്റർ. അതാണ് ഡാറ്റാ സെന്റർ റീജിയൻ എന്ന് പറയുന്നത്. ഓരോ കൺട്രിയിലും എത്ര ഡാറ്റാ സെന്റർ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ഡാറ്റാ സെന്റർ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറഞ്ഞ അസ്യൂർ റീജിയൻ നമ്മൾ ചെക്ക് ചെയ്തു. നാലാമത് അസ്യൂർ ഡാറ്റാ സെന്റർ ലൊക്കേഷൻ. ഓക്കെ. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ലിങ്ക് എടുത്താൽ മതി. എന്താണ് ഇവിടെ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഡാറ്റ റെസിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഓരോ കൺട്രിയിലും ഓക്കെ. അതാണ് സെലക്ട് യുവർ ജിയോഗ്രഫി. നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ കാണിക്കും. ഇപ്പൊ എവിടേക്കാണ് വന്നിരിക്കുന്നത്? പൂനെ, അതുപോലെ തന്നെ ചെന്നൈ, മുംബൈ. ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? അസ്യൂറിന്റെ ഡാറ്റാ സെന്ററുകൾ ഉള്ളത് ഓക്കെ മേക്ക് ചെയ്തിരിക്കുന്നത്. കിട്ടിയിരുന്നു. ഇങ്ങനെ ഓരോ കൺട്രികളുടെയും എന്ത് സംഭവിക്കാം, ഡാറ്റാ സെന്ററുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. എവിടേക്കാണ് ആ ഡാറ്റാ സെന്ററുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. വേറൊരു കൺട്രി നോക്കാം. ഇതിനകത്ത് ഖത്തർ എന്ന കമ്പനിയുടെ നോക്കാം. ഖത്തറിൽ എവിടെ മാത്രമേ ഉള്ളൂ? ഖത്തറിൽ ദോഹയാണ്, പക്ഷെ കമ്മിങ് സൂൺ ആണ്. അനൗൺസ് ചെയ്തിട്ടുള്ളൂ, വന്നിട്ടില്ല. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന. ഓക്കെ. ചൈനയുണ്ട്. ചൈനയിൽ എത്രയുണ്ട്? ചൈന ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് 4 ഡാറ്റാ സെന്റർ കേട്ടോ. ചൈന എന്ന കൺട്രിയിൽ 4 ഡാറ്റാ സെന്റർ എവിടേക്കാണുള്ളത് ചെയ്തിട്ട് ലൊക്കേഷൻ. ഓക്കെ. സാങ്ഹായ്, അതുപോലെ തന്നെ ബീജിംഗ്, ഇവിടെയൊക്കെയാണ് നിർമ്മിക്കുന്നത് ഒരു ഡാറ്റാ സെന്റർ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു? നിയറസ്റ്റ് ഡാറ്റാ സെന്റർ. ഭയങ്കര ഇമ്പോർട്ടൻസ് ചെയ്യണം നിയറസ്റ്റ് ഡാറ്റാ സെന്റർ. അപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യാണ്, ഞങ്ങൾ അസ്യൂറിന്റെ ഡാറ്റാ സെന്റർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അസ്യൂറിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അസ്യൂറിനെ റീച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അസ്യൂറിനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അസ്യൂറിന്റെ ഡാറ്റാ സെന്റർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും, നമ്മൾ ഇന്ത്യയിലുള്ള ഡാറ്റാ സെന്ററിനെ അവർ കോൺടാക്ട് ചെയ്യിപ്പിക്കുക. അതായിരിക്കും നമ്മുടെ നിയറസ്റ്റ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. കേട്ടോ. അസ്യൂർ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ ഈ സൈറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്കിത് ചെക്ക് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാവുന്നത്, ഇതൊക്കെ നേരത്തെ എടുത്ത് റിഫ്രഷ് ചെയ്യാം. ഓക്കെ. വേണ്ടോ. അപ്പൊ എന്റെ നിയറസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രൽ ഇന്ത്യ. ഓക്കെ. സെൻട്രൽ ഇന്ത്യ. ഇതെങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഓരോ ലേറ്റൻസി, ആവറേജ് ലേറ്റൻസി കണ്ടോ, അതിന്റെ സെക്കൻഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. ഇത് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്തുള്ള ഡാറ്റാ സെന്റർ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്യാം. നിയറസ്റ്റ് ഡാറ്റാ സെന്റർ. ഓക്കെ.
ഇതിനടുത്ത ഒരു ഇമ്പോർട്ടൻസ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസിങ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം ഇതിന്റെ പ്രൈസ്. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലൗഡ് പ്രൊവൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് വേണ്ട കമ്പ്യൂട്ടിംഗ് സർവീസിന്റെ പ്രൈസ് നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പ്രൈസിങ് കാൽക്കുലേറ്റർ, മൈക്രോസോഫ്റ്റിന്റെ പ്രൈസിങ് കാൽക്കുലേറ്റർ, അസ്യൂർ പ്രൈസിങ് കാൽക്കുലേറ്റർ എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ എസ്റ്റിമേറ്റ് എടുക്കാൻ പോവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെർച്വൽ മെഷീൻസ് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ചുമ്മാ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഏത് വെർച്വൽ മെഷീൻ ടൈപ്പാണ് അതിന് സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കും, ഇവിടെ ഒരു കോസ്റ്റ് വന്നിട്ടായിരിക്കും. അതിനകത്ത് ഷെയർ എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഇതാണ് ബേസിക്, ലോ പ്രയോറിറ്റി, സ്റ്റാൻഡേർഡ്. ഇതൊക്കെ അസ്യൂറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യാം. ബേസിക് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ബേസിക് ആണ്. ഓക്കെ, ഓരോ വോയിസിന്റെയും അല്ലെങ്കിൽ വെർച്വൽ മെഷീന്റെ ബേസിക് ആണ്. ബേസിക് സീരീസ് ഓൾറെഡി പറഞ്ഞു, എ സീരീസ് മുതലാണ് ബേസിക് സീരീസ് വരുന്നത്. ഓക്കെ, പിന്നെ ലോ പ്രയോറിറ്റി. ഓക്കെ, ലോ പ്രയോറിറ്റി, ഇതിനകത്തുള്ള ലോ പ്രയോറിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആണ് കമ്പനി എന്ത് ചെയ്യും, ഒരു ബിഗസ്റ്റ് കമ്പനികൾക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യാസം. അപ്പൊ ഇതിന്റെ ടയർ എന്ത് ചെയ്യണം, ടയർ ചെക്ക് ചെയ്യണം, ടയർ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ടിയർ ടൈപ്പ് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ബേസിക്, ലോ പ്രയോറിറ്റി, സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പൊ ഇവിടെ പ്രൈസ് പറയുന്നത് ഇപ്പൊ $US എത്ര, 250 ആണ്. 152 $US. ഇത് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്താണ്. ഇവിടെ നമുക്ക് തീരുമാനിക്കാം. 50 GB ടെമ്പററി സ്റ്റോറേജ് ആണ്, 8 GB റാം. ഓക്കെ, 2 വെർച്വൽ CPU നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് തീരുമാനിക്കാണ്ടോ. ഒരുപാട് സീരീസുകൾ, M വരെയുള്ള സീരീസുകൾ നമുക്ക് കാണാം. ഓക്കെ, എ സീരീസ് എടുത്ത് കഴിഞ്ഞാൽ എന്ത്, ഏത് സീരീസ് എടുത്ത് അതിനകത്ത് എന്ത് ചെയ്യും, ക്യാഷ് കുറക്കണ്ട. അപ്പൊ എത്ര ക്യാഷ് ആയി, 14. ഓക്കെ, $14, 14.65. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡേയ്സ് ആക്കാം, മന്ത് ആക്കാം. അത് അനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ മന്ത് എന്ത് ചെയ്യാം, മാറി എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇതിപ്പോ മന്ത്ലി ആണ്, പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മന്ത്ലി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡേ ബേസ് ആവും. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, മൈക്രോസോഫ്റ്റ് എപ്പോഴും ഹവേഴ്സിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, പക്ഷെ ബില്ലിംഗ് വരുന്നത് മന്ത്ലി ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് എന്ത് സംഭവിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ കൺട്രി, ഇതാണ് കൺട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെസ്റ്റ് US ആണ്. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇന്ത്യ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അത്ര $14 വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല, നല്ല നോക്കാം. സൗത്ത് ഇന്ത്യ കണ്ടോ, സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ കുറഞ്ഞു, 13 പോയിന്റ് സംതിങ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിനകത്ത് ചെയ്യാം. സെൻട്രൽ ഇന്ത്യ വീണ്ടും കൂടി 14 സംതിങ് ആയിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ്, ഞാനിപ്പോ നിയറസ്റ്റ് എന്താണ് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ചിലപ്പോൾ പ്രൈസ് കൂടും, ചിലപ്പോൾ പ്രൈസ് കുറയാം കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കാം. അവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ നിയറസ്റ്റ് ഡാറ്റാ സെന്റർ കോണക്ട് ചെയ്യാൻ മൈക്രോസോഫ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, ലേറ്റൻസി എന്ന പർപ്പസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഞാൻ എന്ത് മാത്രം ചൂസ് ചെയ്തു, ഇവിടെ എ സീരീസ് മാത്രം ചൂസ് ചെയ്തു, 14 സംതിങ്. ഇപ്പൊ വെർച്വൽ മെഷീൻ മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ അവർ തരുന്ന എന്തൊക്കെ തരുന്നുണ്ട്, മാനേജ് ഡിസ്ക്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോറേജ് ട്രാൻസാക്ഷൻ, ബാൻഡ് വിഡ്ത്ത്, അതിനൊന്നും ക്യാഷ് വരുന്നില്ല. സ്റ്റോറേജ് ട്രാൻസാക്ഷനകത്ത് എന്ത് സംഭവിക്കുന്നത്, 0.5 അവർ എന്ത് ചെയ്യും, അതിനകത്ത് എന്ത് ചെയ്യും, കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, മന്ത്ലി എത്ര വരുന്നത്. ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യണം, അടുത്ത് എനിക്ക് ആഡ് ചെയ്യണം. വെർച്വൽ മെഷീൻ ഞാൻ ആഡ് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അവരുടെ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയ ടോപ്പിക്കുകൾ, ഇപ്പോൾ വെർച്വൽ നെറ്റ്വർക്ക്, അതുപോലെ ലോഡ് ബാലൻസർ, അതുപോലെ അസ്യൂർ DNS, VPN ഗേറ്റ്വേ, ഇത്രയും കാര്യം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ നോക്കാം. ഞാൻ ഓരോന്നും ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വെർച്വൽ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കോസ്റ്റ് എത്ര വരുന്നത്, വെർച്വൽ നെറ്റ്വർക്കിന്റെ അകത്ത് $2 ആണ്. ഓക്കെ, ലോഡ് ബാലൻസർ നമുക്ക് എത്ര വന്നിട്ടുണ്ട്. ലോഡ് ബാലൻസർ എന്താണ്, ഇവിടെ തന്നെ എഴുതിണ്ടാവും, ഫ്രീ ആണെങ്കിൽ കേട്ടോ. ബേസിക് ലോഡ് ബാലൻസർ ഈസ് ഫ്രീ ഓഫ് ചാർജ്. ഓക്കെ, ഫ്രീ ആണ്. അതിന് വേണ്ടിയല്ലോ. അങ്ങനെ ഓരോ കൺട്രി അനുസരിച്ചും അതിനകത്ത് അത് കാര്യങ്ങൾ എന്ത് ചെയ്യും. ഇതിപ്പോ ഏത് കൺട്രിയാണ്, ഇത് നമ്മൾ കൺട്രി ചൂസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഇന്ത്യയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, അത് കണ്ടു. ഇനി ഇതേപോലെ നമുക്ക് ഓരോന്നിനും ഒരു കൺട്രി ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കും കേട്ടോ. ഇതിപ്പോ സെൻട്രൽ ഇന്ത്യയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, റീജിയൻ, വെർച്വൽ നെറ്റ്വർക്ക് റീജിയൻ മാറ്റിയിട്ട് എന്ത് ചെയ്യും, സെൻട്രൽ ഇന്ത്യ കൊടുക്കണം. കൊടുക്കുമ്പോൾ എല്ലാം ഒന്നിൽ കൊടുക്കാം. ഈ ഡിഫറൻറ്റ് കൊടുത്താലും നോ പ്രോബ്ലം കേട്ടോ. എല്ലാം ഒന്നിൽ തന്നെ കൊടുക്കുന്ന ഒരു എന്ത് ചെയ്യും ഇതുമില്ല. സെൻട്രൽ ഇന്ത്യ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഡോളർ മാറി. ഓക്കെ, നേരത്തെ എന്ത് ചെയ്യുന്നു, നമ്മുടെ US കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഫ്രീ കോസ്റ്റ് ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു.
അപ്പൊ നോക്കിയാൽ അത് ഓരോന്നിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ഓരോ കൺട്രിക്ക് അനുസരിച്ച് അവിടെ എന്ത് ചെയ്യും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ സെൻട്രൽ ഇന്ത്യ കൊടുത്തു. അപ്പൊ വെർച്വൽ നെറ്റ്വർക്കിന്റെ എത്ര പേര് $1 പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓക്കെ ലോഡ് ബാലൻസ് ഇത് വെസ്റ്റ് യൂസ് ആണ്, നമുക്ക് വീണ്ടും സെൻട്രൽ യൂസ് കൊടുക്കാം, സെൻട്രൽ ഇന്ത്യ കൊടുക്കാം. ഓക്കെ ബേസിക്, ഇതിനകത്ത് ബേസിക്കിന് വേറെ സ്റ്റാൻഡേർഡ് ഉണ്ട്. വാട്ട് ഇസ് ബേസിക് ആൻഡ് സ്റ്റാൻഡേർഡ് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ബേസിക്കിനകത്ത് നമുക്ക് 100 വെർച്വൽ മെഷീൻ മാത്രമേ ലോഡ് ബാലൻസിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 1000 വെർച്വൽ മെഷീൻ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓരോ കമ്പനിക്ക് അനുസരിച്ച് ചൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ആകുമ്പോൾ കോസ്റ്റ് വരും കേട്ടോ, അല്ല $23 വരും. ഓക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. DNS Azure DNS. ഓക്കെ Azure DNS റെക്കോർഡുകൾ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ റെക്കോർഡ് അതുപോലെ തന്നെ ഏലിയസ് റെക്കോർഡ് ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് അതിന്റെ കോസ്റ്റ് വരും. റെക്കോർഡുകളാണ് 2 റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് $1 വന്നിട്ടുണ്ട്. ഓക്കെ പബ്ലിക് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് എന്ത് ചെയ്യാം നമ്മുടെ അസ്യൂറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രൈബ് ചെയ്യാം. VPN ഗേറ്റ്വേ എന്ന് പറയുന്നത് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അതായത് ഓൺ പ്രിമിസിലേക്ക് നമ്മൾ അസ്യൂറിന്റെ ഡാറ്റ സെറ്റ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അത് സെക്യൂർ ആയിട്ട് അവർ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ VPN ഗേറ്റ്വേ എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഇത് ബേസിക് VPN ആണ്. ഈസ്റ്റ് യൂസ് മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം സെൻട്രൽ ഇന്ത്യ കൊടുക്കാം. ദെൻ ബേസിക് VPN നമുക്ക് ഒരുപാട് VPN ടൈപ്പ് ഉണ്ട്, ഇതൊക്കെ ഓരോ പോസ്റ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഹൈ ബാൻഡ് വിഡ്ത്ത് VPN, ഹൈ സ്പീഡ് ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ എന്ത് ചെയ്യാം സ്പീഡ് അപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ VPNന്റെ എന്ത് സീരീസുകൾ വരുന്നത് കേട്ടോ. ഇതാകുമ്പോൾ അതിനകത്ത് പോസ്റ്റ് എന്ത് ചെയ്യും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ എക്സ്പ്രസ് റൗട്ട് ഗേറ്റ് വേണ്ടി, അതായത് നമ്മുടെ ലീസ് ലൈൻ പോലെ കേട്ടോ, അതാണ് എക്സ്പ്രസ് റൗട്ട് ഗേറ്റ് വേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോർമൽ VPN, ഇത് നമ്മുടെ ലീസ് ലൈൻ ഡെഡിക്കേറ്റ് ലൈൻ പോലെയാണ് ഇത് വരുന്നത് കേട്ടോ. അതിന്റെ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും ഇത് മാറിക്കൊണ്ടിരിക്കും. ഓരോന്ന് ഹൈ പെർഫോമൻസ് ആണെങ്കിൽ അതിനകത്ത് കാൽക്കുലേഷൻ കാര്യങ്ങൾ വരും കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് ചെയ്യാൻ ഒക്കെ മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ അപ്പൊ ഇത്ര കഴിഞ്ഞ 3 കാര്യങ്ങളാണ്. അപ്പോൾ സൈറ്റ് ടു സൈറ്റ് ഉണ്ട്, പോയിന്റ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് VNet എന്നൊരു സംഭവം ഉണ്ട്. ഓക്കെ ഇതൊക്കെ എന്താണ് ഓരോ VPN കോൺസെപ്റ്റ് ആണ്. സൈറ്റ് ടു സൈറ്റ് എടുക്കാൻ അതിന്റെ പ്രൈസ് വേറെ വരും, പോയിന്റ് സൈറ്റ് ആണ് അതിന്റെ പ്രൈസ് ഇവിടെ കാണിക്കും. ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രൈസിങ് കോൺസെപ്റ്റ് കാണിക്കും. ഇത് ഈ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ദെൻ ടോട്ടൽ ചാർജ് എത്രയാണ് നോക്കാം. അപ്പൊ ടോട്ടൽ ചാർജ് നോക്കുക എത്രയാണ് 16 സംതിങ് 6.5 ആണ് ടോട്ടൽ. അപ്പൊ ഞാൻ 3 സെലക്ട് ചെയ്തത്. 3 ഏതൊക്കെയാണ്, ഒന്ന് വെർച്വൽ മെഷീൻ 14 സംതിങ് ഉള്ളൂ. വെർച്വൽ നെറ്റ്വർക്ക് എന്ത് 2 സംതിങ് ഉള്ളൂ. ഓക്കെ ലോഡ് ബാലൻസ് ഇതൊക്കെ ഫ്രീ കോസ്റ്റ് ആണ്. അതുകൊണ്ട് ടോട്ടൽ ചാർജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മന്ത്ലി $16 ആണ്. ഓക്കെ അത് ഞാൻ എന്ത് ചെയ്യാണ് ഇന്ത്യൻ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം, ഇന്ത്യൻ റുപ്പി കൊടുക്കാം. അതായത് ഒരു മാസം 1100 രൂപയാണ് എനിക്ക് കോസ്റ്റ് വരുന്നത്. ഓക്കെ അത് ആവറേജ് കോസ്റ്റ് ആണ്. എന്ത് ചെയ്യാം കുറയാം കൂടാതിരിക്കുക കേട്ടോ, കൂടാം. എന്തുകൊണ്ട് അത് നമ്മുടെ യൂസേജ് അനുസരിച്ചാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും വെർച്വൽ മെഷീൻ ഞാൻ കണ്ടിന്യൂസ്ലി റൺ ചെയ്യേണ്ട, ഈ വെർച്വൽ മെഷീൻ ഞാൻ എന്ത് ചെയ്യാം ടേൺ ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിടാം. അപ്പൊ എന്ത് സംഭവിക്കും ലോ കോസ്റ്റ് എടുക്കത്തില്ല, അത്ര ഹെവി കോസ്റ്റ് എടുക്കത്തില്ല. ഓക്കെ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് വീണ്ടും എന്ത് ചെയ്യും ക്യാഷ് കുറയും. അങ്ങനെ അതിനകത്ത് കോസ്റ്റ് സേവിങ് പർപ്പസ് ഒത്തിരി ഉണ്ട്. ഓക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അസ്യൂറിന്റെ ക്ലാസ് വരുമ്പോൾ എന്ത് ചെയ്യാം ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ക്ലൗഡ് പ്രൊവൈഡേഴ്സിന് കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ കമ്പനികൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ താങ്ക് യു.